Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് ക്യാരറ്റ് വെച്ചിട്ട് പായസം എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടന്നാലോ. നമ്മുടെ പായസം ഉണ്ടാക്കാനായിട്ട് നമ്മളിപ്പോൾ ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. ഫുൾ ഫാറ്റ് പാലാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇത് നമുക്ക് ഇനി തിളപ്പിച്ച് ഇത് പകുതി ആക്കണം. നമ്മൾ പായസം വെക്കുമ്പോൾ വെറ്റിക്കില്ലേ പാല് വീതിയിട്ട്, അങ്ങനെ നമുക്ക് ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കിടന്ന് ഇനി തിളക്കട്ടെ. ഇപ്പോൾ നമ്മുടെ പാല് ഏകദേശം പകുതിയോളം വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി 2 കപ്പ് ക്യാരറ്റ് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 3 ക്യാരറ്റാണ് എടുത്തേക്കുന്നത്. ഇത് നമ്മൾ ചോപ്പ് ചെയ്തതിന് ശേഷം 2 കപ്പ് അളവാണ് കേട്ടോ. ഇനി ഇതൊരു 5 മിനിറ്റ് ഈ പാലിൽ കിടന്നു വേവട്ടെ. അപ്പോൾ ഇതിൻ്റെ നല്ല കളർ നിങ്ങൾക്ക് കാണാം. വെന്തതിന് ശേഷം ഇതിൻ്റെ നല്ല ഓറഞ്ച് കളറൊക്കെ നല്ല ഇതായിട്ട് നമ്മുടെ പായസത്തിലേക്ക് വരും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ക്യാരറ്റും നന്നായി വെന്ത് പാലിൻ്റെ ഒപ്പം വെന്ത് നന്നായി പാലിനൊക്കെ കുറുക്കിയിട്ട് ഇങ്ങനെ വരും. അപ്പം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ പായസം ക്യാരറ്റ് ഇട്ടതിന് ശേഷം തിളയ്ക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ക്യാരറ്റിന് ഒരു ചെറിയ മധുരം ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. 1/2 കപ്പ് നന്നായിട്ടുണ്ടാവും. ഇതിനൊരു 2-3 മിനിറ്റ് കൂടി നമുക്കൊന്ന് തിളപ്പിക്കാം. അപ്പം നമ്മൾ ഒരു പാനിൽ 3 ടീസ്പൂൺ നെയ്യ് ഇട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് ഇടാം. നിങ്ങൾക്കിപ്പോൾ ഡ്രൈ ഗ്രേപ്സ് ഇഷ്ടമുണ്ടെങ്കിൽ അതും ഇടാം. അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം നമുക്ക്. ഇപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഇതിന്ന് മാറ്റാം. ഇപ്പോൾ നമ്മുടെ പായസം തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. പഞ്ചസാര ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇനി ഒരു 1/4 സ്പൂണ് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് എടുക്കണേ ഏലക്കപ്പൊടി. ക്യാരറ്റിൻ്റെ ഒരു ഫ്ലേവർ അതിലുണ്ടാവും. അപ്പോൾ കുറച്ചൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏലക്കപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് അതിന് വരും. ഏലക്കായ ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് വിത്ത് നെയ്യ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നെയ്യിൻ്റെ ഫ്ലേവറും പിന്നെ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ അണ്ടിപ്പരിപ്പും എല്ലാം നമ്മുടെ പായസത്തിലേക്ക് തന്നെ ഇറങ്ങി വരും. അപ്പോൾ നമ്മുടെ നെയ്യും അണ്ടിപ്പരിപ്പും നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരു ചെറിയൊരു തള വന്നോട്ടെ. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫാക്കാം കേട്ടോ. അപ്പം നല്ല എളുപ്പത്തിൽ തന്നെ റെഡി ആവില്ലേ. ഇതിപ്പോൾ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു 45 മിനിറ്റ്സാണ് എടുത്തത്. നമുക്ക് ആകെ കൂടി ആ പാല് ഹാഫായിട്ട് കുറയണം. ആ ഒരു ടൈം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.